സുധാകരൻ രണ്ടും കൽപ്പിച്ച് നാണം കെട്ട് CPM സെക്രട്ടറി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം അനുനയ നീക്കവുമായി രംഗത്തിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് G സുധാകരന്റെ പക്കൽ നിന്ന് കനത്ത തിരിച്ചടി. ഫോണിൽ വിളിച്ച് സംസാരിച്ച ഗോവിന്ദന്റെ ആവശ്യങ്ങളെല്ലാം സുധാകരൻ തള്ളിയതോടെ CPM നേതൃത്വം അക്ഷരാർത്ഥത്തിൽ നാണം കെട്ട അവസ്ഥയിലായി. തന്നെ പരിഹസിച്ച് ചിരിച്ചതല്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ട് ചിരിച്ചതാണെന്നുമുള്ള ഗോവിന്ദന്റെ വിശദീകരണമോ അംഗത്വം പുതുക്കണമെന്ന പാർട്ടി സെക്രട്ടറിയുടെ അഭ്യർത്ഥനയോ കണക്കിലെടുക്കാൻ സുധാകരൻ തയ്യാറായില്ല. അംഗത്വം പുതുക്കില്ലെന്ന ഉറച്ച നിലപാടിൽ സുധാകരൻ ഉറച്ചു നിന്നതോടെ അമ്പലപ്പുഴയിൽ പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സുധാകരന്റെ നീക്കം തടയാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണ് ഗോവിന്ദനെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചത്. എന്നാൽ വർഷങ്ങളായി തന്നെയും കുടുംബത്തെയും വേട്ടയാടിയവർക്കെതിരെ നടപടിയെടുക്കാതെ ഒത്തുതീർപ്പിനില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കിയതായാണ് സൂചന. പുന്നപ്ര വയലാർ വാരാചരണത്തിൽ നിന്ന് ഒഴിവാക്കിയതും ഏരിയ സമ്മേളനങ്ങളിൽ പോലും ക്ഷണിക്കാത്തതും തന്നെ ബോധപൂർവം അപമാനിക്കാനാണെന്ന് സുധാകരൻ വിശ്വസിക്കുന്നു. സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി R നാസറും ചേർന്ന് തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി മൗനം പാലിച്ചതും സുധാകരനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ തർക്കം നിലനിൽക്കെ തന്നെ സുധാകരനെ സ്വതന്ത്രനായി ഇറക്കി വിജയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ചരടുവലി സജീവമാക്കിയിട്ടുണ്ട്. അമ്പലപ്പുഴയിലെ ഉറച്ച പാർട്ടി വോട്ടുകൾ പോലും സുധാകരനൊപ്പം പോകുമെന്ന ഭയത്തിലാണ് CPM ജില്ലാ നേതൃത്വം. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ അനുനയ നീക്കം പരാജയപ്പെട്ടത് വലിയ ചർച്ചയാകും. സുധാകരനെതിരെ അച്ചടക്ക നടപടിയെടുക്കണോ അതോ കൂടുതൽ മുതിർന്ന നേതാക്കളെ അയച്ച് വീണ്ടും ചർച്ച നടത്തണോ എന്ന കാര്യത്തിൽ പാർട്ടി വലിയ ആശയക്കുഴപ്പത്തിലാണ്. അമ്പലപ്പുഴയിൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് ഇതിനായി ശ്രമം നടത്തുന്നുണ്ട്.